മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പിറവി അനുഭവത്തിലേക്ക് നാം അടുക്കുകയാണ്. ധനുമാസ രാവിൽ മഞ്ഞുറങ്ങുന്ന കിടക്കേണ്ട ആഘോഷത്തിൻ്റെ പേരല്ല ക്രിസ്മസ്. അങ്ങനെ വന്നാൽ ആഘോഷ തിമിർപ്പുകൾക്കിടയിൽ ഒരുപക്ഷെ ക്രിസ്തു മിസ്സാകാൻ ഇടയുണ്ട്. പ്രകാശം പരത്തി ദിനവും തുടരേണ്ട ഒരു കാവ്യമാണിത്. അവരൻ്റെ മിഴികളിൽ ഇനിയും ഞാൻ മൂലം കണ്ണുനീര് കണ്ടുകൂടാ എന്ന് ഒരുവൻ എടുക്കുന്ന തീരുമാനം ഒരുവനിൽ എടുക്കുന്ന പിറവി അനുഭവമാണ് ക്രിസ്മസ്. നീ ക്രിസ്തു ആകാൻ ശ്രമിക്കുക. അപ്പോൾ പ്രിയമക്കളെ, നിങ്ങൾ ചെന്നെത്തുന്ന ഏതിടവും ബേത്ലഹേമാക്കി അവിടെ നിങ്ങൾ നക്ഷത്രമായും പുൽക്കൂടായും വാനവൃന്ദം മുഴുവൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പാടും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പിറവി അനുഭവം നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷമാണ്. ഇത് ക്രിസ്ത്യാനികളായ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു ഉത്സവമാണ്. ഓരോ വ്യക്തിയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്നത് പോലെ മനുഷ്യർക്ക് നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുത്തു കൊടുക്കുവാൻ ഈ ക്രിസ്മസ് ദിനത്ത് കഴിയണം. വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയണമെങ്കിൽ ക്രിസ്തു മിസ്സാകാതെയുള്ള ഒരു പിറവി അനുഭവത്തിന് നാം ഒരുങ്ങണം. ഭൂമിയെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്നേഹത്തിൻ്റെ തുടക്കം ഈ പിറവി അനുഭവമാണ്. സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മ അനുഭവം മനുഷ്യനെ ദൈവമാക്കാനുള്ള കൃപയുടെ നിമിഷമാണ്. ക്രിസ്തു ജനനം അല്പം കൂടെ വിശാലമായ ആകാശത്തിലേക്ക് ചിറകു വിരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യം അവരൻ്റെ ഇരുണ്ട ജീവിതത്തിൽ ഒരു നക്ഷത്ര വിളക്ക് കൊളുത്തിക്കൊടുക്കുവാൻ കഴിയണം. ക്രിസ്തു അനുഭവം ഉണ്ടാകുന്നിടത്തെല്ലാം ക്രിസ്മസ് ആണ്. അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു വചന അനുഭവം ഉണ്ടാകണം. ദൈവത്തിൻ്റെ മഹിനിത കണ്ടെത്തുവാൻ സാധിക്കുന്ന ഇടമായി ബേത്ലഹേം കാലിത്തൊഴുത്ത് ഒരുങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ രഹസ്യം ഉൾക്കൊള്ളുവാൻ ഈ അനുഗ്രഹമായ ക്രിസ്മസ് ദിനത്ത് നമുക്ക് സാധിക്കണം. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ചില മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും, ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ, പ്രായത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പരിഗണന ലഭിക്കാതെ ജീവിതത്തിൽ ക്ലേശം അനുഭവിക്കുന്നവർ, അവരെയൊക്കെ ഈ ക്രിസ്മസ് ദിനത്തിൽ ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ജീവിതമായിരിക്കുന്ന തലങ്ങളിൽ നാം മറ്റൊരു ക്രിസ്തുവായി മാറുകയാണ്. പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാനായി ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മയായ ഈ ക്രിസ്മസ് ദിനം നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന തലങ്ങളിൽ ഒരു പാപ മാനസാന്തരത്തിന് വേണ്ടി, ഒരു വീണ്ടെടുപ്പിന് വേണ്ടി, ഒരു അനുരഞ്ജനത്തിന് വേണ്ടി ഈ അനുഗ്രഹമായ ക്രിസ്മസ് ദിനത്തിൽ ഒരുങ്ങുവാൻ നമുക്ക് കഴിയണം. അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുമ്പോഴാണ് നാം മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നത്. അതിന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിനമായ പ്രാർത്ഥനകളും അനുദിനമായ ഉപവാസങ്ങളും അനുദിനമായ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളും അത് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.